നമ്മൾ ഇന്ന് ലൂക്കോയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1 തുടങ്ങി 24 വരെയുള്ള വാക്യങ്ങളാണ് എടുക്കുക. അത് സുദീർഘമായതുകൊണ്ട് വായനയിലേക്ക് ഞാൻ കടക്കുന്നില്ല. നേരിട്ട് അതിന്റെ വിചിന്തനങ്ങളിലേക്ക്, വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കാം. ഈ 9-ാമത്തെ അധ്യായം, ലൂക്കോയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായമാണ് ഇത്. 9-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ നമ്മൾ അപ്പസ്തോലന്മാരെ അയക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 9-ാമത്തെ അധ്യായത്തിന്റെ ആരംഭം മുതൽ ഈ അപ്പസ്തോലന്മാരെ അയക്കുന്ന കാര്യമാണ് ഈശോ പറയുക. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാരെ കൂടാതെ 72 പേരെ അയക്കുന്ന വചനഭാഗമാണ്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിൽ ഇത് 70 പേരെന്ന് ചുരുക്കിയിട്ടുണ്ട്. എണ്ണം അത്ര പ്രധാനപ്പെട്ടതല്ല. എന്തായാലും അപ്പസ്തോലന്മാരല്ലാത്ത കുറച്ചുപേരെ അയക്കുന്നു എന്നുള്ളത്. ഈ അയക്കലുകളിൽ ഈ 9-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ അയക്കുന്നതും 10-ാമത്തെ അധ്യായത്തില് വേറെ ശിഷ്യന്മാരെ അയക്കുന്നതും തമ്മിൽ അയക്കുന്ന സ്ഥലം, അയക്കുന്ന രീതി, അവർക്കുള്ള നിബന്ധനകള്, അവർക്കുള്ള അധികാരങ്ങള്, അവർക്കുള്ള പെരുമാറ്റച്ചട്ടങ്ങള്, ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. എങ്കിലും കുറെയൊക്കെ സാമ്യങ്ങൾ കാണാൻ പറ്റും. കുറെ സാമ്യങ്ങളുണ്ട്, കുറെ വ്യത്യസ്തമായ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അതിനൊരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്ക് ഇന്ന് ഈ 72 പേരുടെ അയക്കലിൽ മാത്രം ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. വേറെ 72 പേര് എന്നാണ് വചനം പറയുക. വേറെ എന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യത്യസ്തമായ ദൗത്യങ്ങളോടെയാണ് ഓരോ ഗ്രൂപ്പിനെയും, ഓരോ കാരിസം ഓരോ ഗ്രൂപ്പിനും ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കുണ്ടാകും എന്നുള്ള സൂചന ഈ വേറെ എന്നുള്ള പ്രയോഗത്തില് ഉണ്ടെന്നാണ് ബൈബിൾ പണ്ഡിതന്മാര് അഭിപ്രായപ്പെടുക. ഈ 72 പേര് നമ്മൾ തീർച്ചയായിട്ടും വചന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ 72 പേരെന്ന് വെച്ചാൽ അപ്പസ്തോലന്മാരെന്ന് വെച്ചാൽ അപ്പസ്തോലന്മാര് തീർച്ചയായിട്ടും കർത്താവിന്റെ പ്രത്യേക ദൗത്യമേൽപ്പിച്ച് അവരെ ഒരുപക്ഷെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം 72 പേരെ എടുക്കുമ്പോൾ അവരെ ഒരുപക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതൊരുപക്ഷെ അൽമായ പ്രേക്ഷിതര് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിൽ മെജോറിറ്റി, ഞാനും മട്ടുലേച്ചനെയൊക്കെ പോലുള്ള തലതിരിഞ്ഞാച്ചന്മാർ കുറച്ച് പേര് ഇതിൻ്റെ അകത്തുണ്ടെങ്കിലും കൂടുതൽ പേരും ഈ അൽമായരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 72 പേരെ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്നത് ഈ അൽമായ പ്രേക്ഷിതത്വത്തിലേക്ക്, കൂടുതൽ താതാത്മ്യം അൽമായ പ്രേക്ഷിതത്വത്തിനാണ്. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ എല്ലാ വിശ്വാസികളെയും അയക്കുന്നില്ല. ആ വിശ്വാസികൾ, കർത്താവിന്റെ കൂടെ ചേർന്ന വിശ്വാസികളിൽ കുറച്ചു പേരെ തെരഞ്ഞെടുത്താണ് അയക്കുന്നത്. എല്ലാ പ്രേക്ഷിതരും, എല്ലാ അൽമായ പ്രേക്ഷിതരും വിശ്വാസികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വചന വായനയ്ക്ക്, വചന ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായ വിധത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെങ്കിൽ പിന്നെ പല രൂപതകളിലുള്ളവരുണ്ട്, പല ഇടവകളിലുള്ളവരുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട്. നമ്മൾ എങ്ങനെയാ തെരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മൾ എങ്ങനെയാ ഇതിൻ്റെ അകത്തേക്ക് വന്നത്? അത് തീർച്ചയായിട്ടും പല സാഹചര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും, ആരുടെ ക്ഷണം, ആരുടെ സ്വാധീനം ഒക്കെ. പക്ഷേ ആ കർമ്മങ്ങൾ, ആ വഴികളെല്ലാം ഒരുക്കിയത് ദൈവമാണ്. കാരണം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകും. ഈ 72 പേരെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ വചനം പറയുന്നുള്ളൂ. എങ്ങനെ, എപ്രകാരമാണ് തെരഞ്ഞെടുത്തതെന്ന് പറയുന്നില്ല. അപ്പൊ നമ്മളെ എപ്രകാരം തെരഞ്ഞെടുത്തു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ തെരഞ്ഞെടുത്തു എന്ന യാഥാർത്ഥ്യത്തിലാണ് ഈ ശുശ്രൂഷയിൽ ബലപ്പെടേണ്ടത് എന്നർത്ഥം. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ആണ്, ഇനി അപ്പസ്തോലന്മാരെ അയക്കുന്നത് ഏത് സ്ഥലത്തേക്കൊന്നും നിശ്ചയമില്ല, അവരെ സകല സ്ഥലങ്ങളിലേക്കും വിടുക. അതേസമയം ഈ തെരഞ്ഞെടുക്കപ്പെട്ട 72 പേരെ അയക്കുന്നത് യേശു പോകാനിരുന്ന ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കുമാണ്. അപ്പൊ യേശുവിന് മുമ്പെയാണ്
ഇവരെ അയക്കുന്നത് എന്നർത്ഥം. അപ്പൊ യേശു പോകേണ്ടിടത്താണ് നമ്മൾ പോകേണ്ടത് എന്നർത്ഥം. യേശുവിന് ഇടം കിട്ടേണ്ടിടത്താണ് നമ്മൾ ഇടമൊരുക്കേണ്ടത് എന്നർത്ഥം. യേശുവിന്റെ വഴിക്ക് മുന്നെയാണ് നമ്മൾ നടക്കേണ്ടത് എന്നർത്ഥം. നമ്മൾ ഈ സൊഡാലിറ്റിയുടെ പ്രാർത്ഥനയിൽ ചൊല്ലാറുണ്ടല്ലോ, അവന് കാണാൻ നമ്മുടെ കണ്ണുകളല്ലാതെ വേറെ കണ്ണുകളില്ല, അവന് പ്രവർത്തിക്കാൻ നമ്മുടേതല്ലാതെ വേറെ കരങ്ങളില്ല എന്ന് പറഞ്ഞതുപോലെ അവന്റെ മുന്നേ നടക്കേണ്ടവരാണ് നമ്മൾ എന്നർത്ഥം. അവന് വഴിയൊരുക്കേണ്ടവരാണ്. ഒരർത്ഥത്തില് ഈ 72 പേര് യേശുവിനെ സ്നാപയോഹന്നാൻ എന്ന കണക്ക് ഈ കാലഘട്ടത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ മാറേണ്ടതാണ് എന്ന് സാരം. ഇനി എന്തിനാണ് ഈ 2 പേരായിട്ട് അയച്ചത്? അപ്പസ്തോലന്മാരെ ഈ 2 പേരായിട്ട് അയച്ചു എന്ന് പറയുന്നില്ല. ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. പലപ്പോഴും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ, മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു ദുരന്തം ഈഗോയിസം വർക്കൗട്ട് ചെയ്യുന്നു, അതുകൊണ്ടുകൂടി അത് തകരുന്നു എന്നുള്ള. തമ്പുരാന്റെ കൃപ കൊണ്ട് നമുക്ക് ഇതുവരെ അത് വന്നിട്ടില്ല, നാളെ വരുമെന്ന് അറിഞ്ഞൂടാ, വരാതിരിക്കട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഈശോ ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ശുശ്രൂഷകരുടെ ഇടയിലും ഈഗോ വർക്കൗട്ട് ചെയ്യും എന്നറിയാം. അതുകൊണ്ടാണ് ഈ 2 പേരെ തെരഞ്ഞെടുത്തതെന്നാണ് എൻ്റെ ആദ്യ നിഗമനമായത്. പിന്നെ ഞാൻ അതിൻ്റെ വചനത്തിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് ഒന്ന് ഉളിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ എന്തുകൊണ്ടാണ് ഈ 2 പേരെ ചേർത്ത് ദൈവം വിട്ടത്, യേശു വിട്ടത് എന്നതിന് ബൈബിൾ തരുന്ന ഒരു 6 ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ 2 പേരെ അയക്കുന്നത്? ഒരു പക്ഷേ വചന ശുശ്രൂഷയിലായിരിക്കുന്ന, പ്രേക്ഷിത ദൗത്യത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നതല്ലോ. ഒന്നാമത്തേത്, ഈ വചന ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷിത ദൗത്യത്തിലായിരിക്കുമ്പോൾ ഒറ്റപ്പെടുത്തലുണ്ടാകും, നിരുത്സാഹപ്പെടുത്തലുണ്ടാകും, പരീക്ഷകളുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ, നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പേരായിട്ട് വിടുന്നത് എന്നുള്ളത്. പരസ്പരം സഹായിക്കേണ്ടവരാണ് ശുശ്രൂഷകര് എന്നുള്ളത്. അതിന് തെളിവ് കിട്ടുന്നത് സഭാപ്രസംഗന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 9 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങളിലും, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലും. എഴുതിയെടുക്കണമെങ്കിൽ ഒന്നുകൂടെ പറയാം. പരസ്പരം സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാരണം. സഭാപ്രസംഗന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 9 തുടങ്ങി 12 വരെയും, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലും. അപ്പോ ശുശ്രൂഷകര് പരസ്പരം അവരവരുടെ പ്രശ്നങ്ങളിൽ സഹായിക്കേണ്ടവരാണ്. രണ്ടാമതായിട്ട്, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ പരാജയങ്ങളുണ്ടാവും. ഈ പരാജയത്തില് ഉയർത്താനും, ആള് പോകാതെ ഉയർത്താനും, വിജയത്തില് ഏതെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്ത് അതിൻ്റെ അകത്ത് നല്ല സക്സസ് ആയി അഭിഷേകം ഉണ്ടായി എന്നൊക്കെ നമ്മുടെ ഡയലോഗ് പറയാറുണ്ട്. നല്ല അഭിഷേകമുള്ള പ്രശ്നം. അപ്പൊ അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ അഹങ്കരിക്കാതിരിക്കാനും ആണെന്നുള്ളത്. സമചിത്തത കൈവിടാതിരിക്കാൻ, ചുരുക്കി പറഞ്ഞാൽ. സഭാപ്രസംഗന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 9 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളും, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലുമാണ് അതിന്റെ സൂചനകൾ ലഭിക്കുക. അപ്പോ ഈ സമചിത്തത നിലനിൽക്കാൻ, നിരാശപ്പെട്ട് താഴ്ന്നു പോകാതിരിക്കാൻ, ഒപ്പം തന്നെ അഹങ്കരിച്ചു ഉയരാതിരിക്കാൻ. മൂന്നാമതായിട്ട്, പരസ്പരം ശക്തിപ്പെടുത്താനാണ്. ബുദ്ധിമുട്ടുകളും ബലഹീനതകളും പോരായ്മകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ശക്തിപ്പെടുത്താനാണ്. മൂന്നാമത്തെ കാരണം അതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 1 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ അതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 1 തുടങ്ങി 15 വരെയും, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നു. പരസ്പരം ശക്തിപ്പെടുത്തുക. നാലാമത്തേത്, പ്രാർത്ഥനയുടെ ഐക്യം ഉണ്ടാകുക എന്നുള്ളത്. ഒറ്റയ്ക്ക് ഒരുത്തനിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിറവേറ്റി തരുന്നു. അപ്പൊ അത്തരത്തില് പ്രാർത്ഥനയുടെ ഐക്യത്തില് കാര്യനിർവഹണം നടക്കാൻ വേണ്ടിയിട്ട് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. പ്രാർത്ഥനയുടെ ഐക്യത്തിന് വേണ്ടി മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. അഞ്ചാമതായിട്ട്, സംരക്ഷണം ഉണ്ടാകാനായി, പരസ്പര സംരക്ഷണം. ആക്രമണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം
12ാമത്തെ വാക്യം. അതുപോലെ തന്നെ നിയമാവർത്തനം 32ാമത്തെ അധ്യായം 30ാമത്തെ വാക്യം. ആക്രമണത്തിൽ സംരക്ഷണം നൽകുക, സഭാപ്രസംഗൻ 4:12, നിയമാവർത്തനം 32:30. 6ാമത്തെ കാരണം പ്രസംഗത്തിന്റെ ഉറപ്പുവരുത്തലാണ്. പ്രസംഗിക്കുന്ന കാര്യത്തിന് ആധികാരിക വരുത്തുക, തെറ്റുവരുത്താതിരിക്കുക, അതിന് സാക്ഷ്യം വഹിക്കുക. അപ്പൊ പ്രസംഗിക്കുന്ന കാര്യത്തിന് ഉറപ്പിക്കലിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഒരാളെ കൊണ്ടുപോകുന്നത്. നിയമാവർത്തനം 17ാമത്തെ അധ്യായം 6ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 18ാമത്തെ അധ്യായം 16ാമത്തെ വാക്യം. പ്രസംഗത്തിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട് നിയമാവർത്തനം 17ാമത്തെ അധ്യായം 6ാമത്തെ വാക്യം, മത്തായിയുടെ സുവിശേഷം 18ാമത്തെ അധ്യായം 16ാമത്തെ വാക്യം. ഇനി ഈ ഇത്രയൊക്കെയായി. 2ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, വചനത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുകയാണ്, കൊയ്ത്തു വളരെ, വേലക്കാരെ ചുരുക്കം. അത് നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ നിസ്സാരമാണ് അതിന്റെ വ്യാഖ്യാനം. കൊയ്ത്തെന്ന് പറയുന്നത് ആത്മാക്കളുടെ നേടലാണ്. വേലക്കാരെന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, മെത്രാന്മാരുണ്ട്, അൽമായ പ്രേക്ഷിതരുണ്ട്. ഇവരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവർ. വിശ്വാസികളിൽ നിന്ന്, ജനത്തിൽ നിന്ന് വിശ്വാസികളെ തെരഞ്ഞെടുത്തു, വിശ്വാസികളിൽ നിന്ന് പ്രേക്ഷിതരെ തെരഞ്ഞെടുത്തു. അങ്ങനെ തെരഞ്ഞെടുപ്പ് പല രീതിയിലുണ്ട്. ഏതായാലും നമ്മളൊക്കെയും ഈ വേലക്കാരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നർത്ഥം. ഇനി 2ാമത്തെ വാക്യത്തില് ഞാൻ നിങ്ങളെ സ്പെസിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വാക്യം, വേലക്കാരെ അയക്കാൻ എന്നൊരു വാക്ക് നമ്മൾ 2ാമത്തെ വാക്യത്തില് കാണുന്നുണ്ട്. അവിടെ ആ ഒരു വാക്ക് എൻ്റെ ഒരു പക്ഷമനുസരിച്ച് ഗ്രീക്ക് മൂലത്തില് എക്സാലോ എന്ന് പറയുന്ന ഗ്രീക്ക് മൂലമാണ് വാക്കാണ് ഉപയോഗിച്ചത്. സാധാരണഗതിയിൽ അയക്കുക എന്ന വാക്കിന് ഗ്രീക്കില് അപ്പസ്റ്റോല എന്നുള്ള വാക്കാണ്. അപ്പസ്റ്റോലോ എന്ന് വെച്ചാൽ അയക്കുക എന്നുള്ള. അതേസമയം ഇവിടെ അപ്പസ്റ്റോലോ എന്ന വാക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത്, എക്സാലോ എന്ന വാക്കാണ്. ഇത് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അപ്പസ്തോലോ എന്ന് പറഞ്ഞാല് ഏജന്റായിട്ട് അയക്കുന്നതിനെയാണെങ്കിൽ, എക്സാലോ എന്ന് വെച്ചാൽ ശക്തിയോടെ അയക്കുക. അതായത് ഇത് ചെയ്തേ വരാൻ പാടുള്ളൂ, അതിന് ദാക്ഷിണ്യമില്ല. അതായത് അയക്കപ്പെടുന്ന ദൗത്യം നിർവഹിച്ചിട്ടേ പോരാവൂ എന്നുള്ള തരത്തിലുള്ള ശുശ്രൂഷകരെയാണ് വേണ്ടതെന്നർത്ഥം. ഇടയ്ക്ക് വെച്ച് നേരത്തെ നമ്മുടെ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവരോ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ സൊദോം ഗൊമോറയില് ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയ സ്ത്രീയെ പോലെയോ ഉപ്പ് തൂണാകുന്ന അവസ്ഥയിലേക്കോ ഒന്നും വരാൻ പാടില്ലെന്നർത്ഥം. അപ്പൊ എക്സാലോ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഗൗരവത്തിലെടുക്കണം. നമ്മളൊക്കെ അയക്കപ്പെട്ടത് വെറുതെ അയക്കുകയല്ല, കടയിൽ പോയി സാധനം മേടിച്ചുകൊണ്ടാ എന്ന് കുട്ടികളോട് പറഞ്ഞു വിടുന്ന പോലെ അല്ല, ഇത് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള അയക്കലാണ് അതെന്നർത്ഥം. അപ്പൊ വേലക്കാരെ അയക്കാന്ന് വെച്ചാൽ വെറുതെ കുറച്ചു പേരെ സുവിശേഷ വേലയ്ക്ക് അയച്ചു എന്നുള്ള ഒരു ഒഴുക്കത്ത് കുത്തിയ അപ്പസ്റ്റോലോ അല്ല, ഇവിടെ എക്സാലോ ആണ് അതിന്റെ കാര്യം. കൊയ്തിട്ടേ വരാൻ പാടുള്ളൂ. എന്നെയും നിങ്ങളെയും ഒക്കെ അയച്ചിട്ടുള്ളത് ആത്മാക്കളെ നേടിയിട്ടേ ചെല്ലാൻ പാടുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അതുപോലെ തന്നെ 2ാമത്തെ വാക്യത്തില് വേലക്കാരെ അയക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതും സാധാരണ പ്രാർത്ഥനയല്ല ഇവിടെ ഉദ്ദേശിക്കുക. കാരണം ഇവിടെ ഡിയോമായി എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഡിയോമായി എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഇതാണ്: ഞാൻ ഏതൊരു കാര്യമാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ കാര്യകാരണങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ആ കാര്യം നിർവഹിക്കുന്നത് വരെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത്രയും ഗഹനമായ അർത്ഥമുണ്ട് ഈ ഡിയോമായി എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ. ക്ലിയർ ആയാവോ? വെറുതെ പ്രാർത്ഥിച്ച് ഞാൻ വേലക്കാരെ അയക്കാൻ വേണ്ടിയിട്ട് 2 സുഖസ്നേഹത ചൊല്ലി, 2 നന്മ പറഞ്ഞവരെയും ചൊല്ലി, അതല്ല. ഈ ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് ആ പാപിക്ക് ഏതു തരത്തിൽ മാനസാന്തരം ഉണ്ടാകണം, അവന് എത്രത്തോളം മാനസാന്തരം ഉണ്ടാകണം എന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ട് ആ മാനസാന്തരം ഉണ്ടാകുന്നത് വരെ ഇടതടവില്ലാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെയാണ് ഈ ഡിയോമായി എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വേലക്കാരെ അയക്കാൻ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ,
ആ കാര്യം നിർവഹിക്കുന്നത് വരെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം എന്നർത്ഥം. ഈ മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇതേ വാക്ക് തന്നെ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നിന്ന് സമാന്തരമായ പദപ്രയോഗം ഈശോ നടത്തുന്നുണ്ട്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കും. ആരാണ് ചെന്നായി? ചെന്നായി എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും 2-3 പ്രതീകങ്ങൾ ബൈബിൾ അവതരിപ്പിക്കുന്ന അനുസരിച്ച് അത്യാഗ്രഹികള്, രാഷ്ട്രത്തിന്റെയും മതത്തിന്റെയും ഭരണാധികാരികള്, കപടഭക്തര്, കള്ളപ്രവാചകന്മാർ. ഈ 4 കൂട്ടരാണ് ബൈബിളിന്റെ ഭാഷയിൽ ചെന്നായ്ക്കളുടെ ഗണത്തിൽ വരിക. അത്യാഗ്രഹികള്, രാഷ്ട്രത്തിന്റെയും മതത്തിന്റെയും, 2 കൂട്ടരും ഉണ്ട് കേട്ടോ, രാഷ്ട്രത്തിന്റെയും മതത്തിന്റെയും ഭരണകർത്താക്കള്, കപടഭക്തര്, കള്ളപ്രവാചകന്മാർ. ഈ 4 പേരാണ് ചെന്നായ്ക്കളുടെ ഗണത്തിൽ പെടുക. ഈ ചെന്നായ്ക്കളുടെ ഗണത്തിൽ നമ്മൾ പെടുന്നുണ്ടോ, അതോ നമ്മൾ ഈ കുഞ്ഞാടുകളുടെ ഗണത്തിലാണോ പെടുക എന്നുള്ളത്? അപ്പൊ നമ്മുടെ കുഞ്ഞാടുകളുടെ ഗണത്തിൽപ്പെട്ടു വേണം ശുശ്രൂഷയ്ക്ക് പോകാൻ. ഭരണാധികാരി ആയിരുന്നിട്ട് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റില്ല, അത്യാഗ്രഹം കൊണ്ട് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റില്ല, കപടഭക്തി കൊണ്ട് ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റില്ല, വ്യാജമായ പ്രവചനങ്ങൾ നടത്തി ശുശ്രൂഷയ്ക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ ശുശ്രൂഷകളിലൊക്കെയും പലപ്പോഴും ഇതിന്റെ ഭാവങ്ങൾ ഉണ്ട് എന്നതാണ് ഗതികേട്. പലപ്പോഴും അത്യാഗ്രഹമുണ്ട്, പലപ്പോഴും ഭരണപരമായ സ്വഭാവം എടുക്കുന്നുണ്ട്, പലപ്പോഴും കപടഭക്തി കാണിക്കുന്നുണ്ട്, പലപ്പോഴും വ്യാജപ്രവചനങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ചെന്നായികളുടെ സ്വഭാവമാണ്, ഈ വേലക്കാരുടെ, കുഞ്ഞാടുകളുടെ സ്വഭാവമല്ലെന്നത്. 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ 72 പേരെ അയക്കുമ്പോൾ ഈ മടിശീല എടുക്കണ്ട, സഞ്ചി എടുക്കണ്ട, ചെരുപ്പ് എടുക്കണ്ട, 3 കാര്യങ്ങൾ. അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ എടുക്കണ്ട എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, വേറെയാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പസ്തോലന്മാരെ അയക്കുമ്പോഴും ഈ 72 പേരെ അയക്കുമ്പോഴും വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ 3 കാര്യങ്ങളാണ് എടുക്കണ്ട എന്ന് പറയുന്നത്. മടിശീല എടുക്കണ്ട, സഞ്ചി എടുക്കണ്ട, ചെരുപ്പ് എടുക്കണ്ട. ഇത് 3 പ്രതീകങ്ങളാണ്. എന്താണ് മടിശീല? മടിശീല എന്ന് പറയുന്നത് പണമാണ്, പണത്തിന്റെ ആവശ്യമില്ല. രണ്ടാമതായിട്ട് സഞ്ചി വേണ്ട. എന്താ സഞ്ചി? കരുതലാണ് സഞ്ചി, സമ്പാദ്യമാണ്, കരുതലൊന്നും വേണ്ട. 3-മത് ചെരുപ്പ് വേണ്ട. ചെരുപ്പ് എന്താ? സുരക്ഷിതത്വം. അപ്പൊ പണം വേണ്ട, കരുതൽ വേണ്ട, സുരക്ഷിതത്വം വേണ്ട. ഇത് 3ഉം വേണ്ട ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവർക്ക്. അതെല്ലാം പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത്. ഇനി 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വഴിയിൽ വെച്ച് ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആരെയും അഭിവാദനം ചെയ്യരുത് എന്ന് വെച്ചാൽ ഈ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊന്നും പറയേണ്ടെന്നല്ല. അഭിവാദനം ചെയ്യരുത്, വഴിയിൽ വെച്ച് അഭിവാദനം ചെയ്യരുത് എന്നതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. ഈ അഭിവാദനം നിർബന്ധമാണ്, അത് ക്രൈസ്തവന്റെ മുഖമുദ്രയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിക്കണമെങ്കിൽ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തില് അഭിവാദനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അഭിവാദനം വേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ പൊരുൾ. അഭിവാദനം വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ അനാവശ്യമായ അഭിവാദനങ്ങള്, അതിനുവേണ്ടി ഒരുപാട് സമയം കളയാനില്ല. കാരണം എന്താ? നമ്മുടെ ദൗത്യം അഭിവാദനമല്ല, നമ്മുടെ ദൗത്യം ആത്മാക്കളെ നേടലാണ്. സമയമില്ല. അപ്പൊ ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടുള്ള അഭിവാദനങ്ങൾ വേണം. വെറുതെ അവനവന്റെ പുകഴ്ചയ്ക്കോ അവനവന്റെ താല്പര്യത്തിനോ സന്തോഷത്തിനോ ഒക്കെ വേണ്ടിയിട്ട്, അഭിവാദനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമയവും ഊർജവും കളയണ്ടെന്നാണ് അതിന്റെ പൊരുൾ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമാകും. അവിടെ ഏലീശോ പ്രവാചകൻ തന്റെ ദാസനോട് പറയുകയാണ്, നീ ഇങ്ങനെ ഈ അഭിവാദനം ചെയ്ത് നിന്റെ സമയം ഒരുപാട് കളയണ്ട. അപ്പോ അഭിവാദനത്തിന് വേണ്ടി ഒരുപാട് സമയം കളയാനില്ല. കാരണം നമ്മുടെ അടിസ്ഥാന ദൗത്യം, അപ്പൊ ആചാര ഉപചാരങ്ങൾ വേണ്ടെന്നല്ല, അതിനുവേണ്ടി ഒരുപാട് സമയം കളയരുത് എന്നാണ്. കാരണം നമ്മുടെ അടിസ്ഥാന ദൗത്യം ഈ കൊയ്ത്താണ്, ആത്മാക്കളെ നേടലാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട ശൈലികൾ പറയുക.
അതിൽ ഒന്നാമത്തെയാണ് ഈ അഭിവാദനം ചെയ്യേണ്ടത്. രണ്ടാമത്തെ പറയുകയാണ് വീടുകളിൽ ചെല്ലുമ്പോൾ. രണ്ട് കാര്യങ്ങളിൽ തന്നെ നമ്മൾ വായിച്ചെടുക്കും. വീടുകളിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം, പട്ടണത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം. വീടുകളിൽ ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണം എന്ന് പറയുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഈ സമാധാനം നൽകണം. ഓരോ വീടിനും സമാധാനം ഞാൻ നൽകണം. ഞാൻ പണ്ടൊരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്, എന്നെ പണ്ട് പഠിപ്പിച്ചൊരു സിസ്റ്റർ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതികുർബാന സ്വീകരണത്തിന് പോകുന്ന വഴിക്ക് കാണുന്ന വീടുകൾക്കൊക്കെ ഈ വീടിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാം. അങ്ങനെ പോകുമ്പോൾ കുറെ സമാധാനം നമുക്കുണ്ടാവുന്നതാണ്. അത് സത്യമായിരുന്നു. അത് ഇപ്പോഴൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ പ്രായോഗികമാക്കാം. ചിലപ്പോഴൊക്കെ പണ്ടത്തെ പോലെ തീക്ഷ്ണതയില്ലാന്ന് മാത്രം. പല കാര്യങ്ങളുള്ളതുകൊണ്ട് മറന്നു പോകാം. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതാണ്, സമാധാനം ആശംസിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ആ വീടിന് ഇവിടെ ബൈബിൾ പറയുന്ന ഭാഷ സമാധാനത്തിന്റെ പുത്രൻ. സമാധാനത്തിന്റെ പുത്രൻ എന്ന് പൊതുവെ നമ്മൾ വിവക്ഷിക്കാറുള്ളത് ക്രിസ്തുവിനെയാണ്. പക്ഷേ ഇവിടെ ഒരു ഭാഷാ പ്രയോഗമായിട്ടാണ് എടുക്കേണ്ടത്. ബൈബിളിലുടനീളം പുത്രൻ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. പിശാചിന്റെ പുത്രൻ, സർപ്പത്തിന്റെ പുത്രൻ, മോശയുടെ പുത്രൻ, സമാധാനത്തിന്റെ പുത്രൻ, ശത്രുതയുടെ പുത്രൻ. ഇതൊക്കെ പറയുന്നത്, ആ പുത്രൻ എന്ന് പറയുന്നത് അവൻ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവന്റെ തന്ത വേറെയാണ് എന്ന് പറയുന്ന ശൈലിയിലാണ്. എന്ന് വെച്ചാല് അവന്റെ സ്വഭാവം അതാണെന്ന് അർത്ഥം. അപ്പൊ സമാധാനത്തിന്റെ പുത്രൻ എന്ന് വെച്ചാല് സമാധാനം ആഗ്രഹിക്കുന്നവൻ എന്ന ഒരൊറ്റ അർത്ഥം നമ്മൾ എടുത്താൽ മതി. അപ്പൊ ക്രിസ്തു എന്നുള്ള അർത്ഥത്തിലല്ല, സമാധാനം ആഗ്രഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ സമാധാനം ആഗ്രഹിക്കുന്ന കുടുംബമാണെങ്കിൽ, നമ്മൾ കയറി ചെല്ലുന്ന കുടുംബം സമാധാനം ആഗ്രഹിക്കുന്നതാണെങ്കിൽ, നമ്മൾ ആശംസിക്കുന്ന സമാധാനം അതിലേക്ക് ആ കുടുംബത്തിലേക്ക് ചെല്ലും. ആ സമാധാനം പോകുന്നത് എന്നിലൂടെയായിരിക്കും. തീർച്ചയായിട്ടും എന്നിലൂടെ പോകുന്ന സമാധാനം എനിക്ക് സമാധാനം തന്നിട്ടേ ആ വീട്ടിലേക്ക് പോകും. ഇനി ആ വീടിന് സമാധാനത്തിന്റെ ആഗ്രഹമില്ല എങ്കിൽ അവിടെ നിന്ന് ബൂമറാങ് പോലെ ആ സമാധാനം തിരിച്ചു വരും. ആ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ്. സമാധാനം സ്പെയർഡ് ആണ്. മറ്റേ മാത്തമാറ്റിക്സിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ സമാധാനം സ്പെയർ ചെയ്യപ്പെടും. കാരണം എന്താ വെച്ചാല് അങ്ങോട്ട് പോയ സമാധാനം തിരിച്ചു വരിക. അപ്പൊ അങ്ങോട്ട് പോയപ്പോ കിട്ടിയ സമാധാനം ഉണ്ട്, നമുക്ക് തിരിച്ചു വന്നപ്പോൾ കിട്ടിയ സമാധാനം ഉണ്ട്. അപ്പൊ സമാധാനം എല്ലാ വീടുകൾക്ക് സമാധാനം ആശംസിക്കുന്നതാണ് കൂടുതൽ ലാഭകരം. പക്ഷെ അത് തെരഞ്ഞുപിടിച്ച് നടക്കണ്ട, എല്ലാ വീടിനും സമാധാനം ആശംസിക്കുക. അപ്പോ സമാധാനം ആശംസിക്കുക എന്നുള്ള 7-ാമത്തെ വാക്യത്തില് പറയുകയാണ്, ആ വീട്ടില് നമ്മൾ കയറി ചെല്ലുന്ന വീട് സമാധാനത്തിന്റെ വീടായിക്കോട്ടെ, സമാധാനത്തിൻ്റെതല്ലാത്ത വീടായിക്കോട്ടെ, നമ്മൾ അവിടെ താമസിക്കണം. ഒന്ന് കൃത്യമായിട്ട് നോക്കി. സമാധാനം കാക്ഷിക്കുന്ന വീടായിക്കോട്ടെ, അല്ലാത്ത വീടായിക്കോട്ടെ, അവിടെ താമസിക്കണം. സമാധാനം ഇല്ലെങ്കിൽ അവിടുന്ന് പോരാനല്ല പറഞ്ഞെ. അപ്പൊ സമാധാനത്തിന്റെ വീടായാലും സമാധാനത്തിന്റെ വീടല്ലെങ്കിലും അവിടെ താമസിക്കണം. പോസിറ്റീവ് ആയാലും വീട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവിടെ താമസിക്കണം എന്നർത്ഥം. ചെല്ലുന്നു കയറുന്ന വീട് ഏതോ അവിടെ താമസിക്കണം എന്നുള്ള. സമാധാനം ആശംസിക്കണം, സമാധാനം ഇല്ലെങ്കിൽ അത് തിരിച്ചു പോകുന്നു. ഇനി അവിടെ താമസിക്കുമ്പോൾ താമസത്തിന് 3 വ്യവസ്ഥകളുണ്ട്. ഒന്ന്, വിളമ്പുന്നത് ഭക്ഷിക്കുക. ഈ വിളമ്പുന്നത് ഭക്ഷിക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിളമ്പുന്നത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ക്രിസ്തു തന്നെ അവന്റെ ജീവിതത്തിന്റെ മേശയില് കയ്പുനീരിന്റെ കാസ വെച്ച് കഴിഞ്ഞപ്പോൾ കിടന്ന് പെടാപ്പാട് എന്താന്ന് നമുക്കറിയാം. രക്തം വേർത്തു, നിലത്ത് കിടന്ന് ഉരുണ്ടു ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗെത്സമേൻ തോട്ടത്തിൽ. ഇത് പറയാൻ എളുപ്പാ, വിളമ്പുന്നത് കഴിക്കാൻ അത്ര എളുപ്പമല്ല. വിളമ്പുന്നത് കഴിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ മേശയില് വിളമ്പുന്നതൊക്കെ സ്വീകരിക്കാൻ പറ്റും. സ്വീകരിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. വിളമ്പുന്നത് കഴിക്കുക. ഞാനത് അക്ഷരാർത്ഥത്തില് അക്ഷരീകമായി പ്രയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പട്ടം കിട്ടി 2 കൊല്ലത്തെ അനുഭവം കൊണ്ട് പഠിച്ചു. ഈ വിളമ്പുന്നത് കഴിക്കുക എന്നുള്ളതാണ് നല്ലത് എന്നത് പല കാരണങ്ങൾ കൊണ്ട് പഠിച്ചു. അത് പിന്നെ ഞാൻ ഇന്നോളം മഠത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. വിളമ്പൊന്നും കഴിച്ച് ജീവിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വ്യവസായം വെള്ളിയാഴ്ചയൊന്നുമില്ല, കിട്ടുന്നതൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. ഇന്നവരെ
ആര് ഭക്ഷണം തന്നാലും നല്ലതാന്നും പറഞ്ഞിട്ടില്ല, ചീത്തയാന്നും പറഞ്ഞില്ല. ഇന്നേ വരെ ഒരുത്തിന്റെയും ഭക്ഷണം നല്ലതാന്നും പറഞ്ഞിട്ടില്ല, ചീത്തയാന്നും പറഞ്ഞില്ല. ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയുന്നുണ്ട്. കാരണം ഇതാണ്, വിളമ്പുന്നത് കഴിക്കുക, കഴിച്ചിട്ട് മിണ്ടാണ്ട് എഴുന്നേറ്റ് പോവുക. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്, പിന്നത്തെ ഭക്ഷണം നല്ലതെന്ന് പറഞ്ഞില്ലെങ്കിൽ അതായ പ്രശ്നമാവും. രണ്ടാമത് വിളമ്പിയത് പിന്നെ കിട്ടില്ല. മോശം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മോശം എന്ന് പറഞ്ഞ ആ സാധനം ജീവിതത്തിൽ കിട്ടില്ല. ഇത് പ്രായോഗിക അനുഭവം. ഇത് ഇതിനപ്പുറത്തേക്ക് വിളമ്പുന്നത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറച്ച് കഴിക്കാം, എന്നും കഴിക്കാം. ഇന്നേ വരെ എൻ്റെ ഭക്ഷണത്തിന് മുട്ടു വന്നിട്ടില്ല. എല്ലാ ഭർത്താക്കന്മാരും ആണുങ്ങളായിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, വിളമ്പുന്നത് കഴിക്കുക. അതാണ് ആരോഗ്യകരം, നമുക്ക് നല്ലത്, കുടുംബത്തിന് നല്ലത്. അപ്പോൾ വിളമ്പുന്നത് കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. വിളമ്പുന്നത് എന്നും കഴിക്കുക. രണ്ട്, രോഗികളെ സുഖപ്പെടുത്തുക. ഏത് രോഗികളെ? എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുക. ക്ഷമിക്കുക, അത് ഞാൻ നഗരത്തിൻ്റെതാണ്, ഞാനത് കയറിപ്പോയതാണ്. ഈ വീടിൻ്റേത് ആ വീട്ടിൽ തന്നെ താമസിക്കുക എന്നുള്ളത്. ഇനി എന്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ താമസിക്കണം എന്ന് ചോദിച്ചാല്, നിനക്ക് വിളമ്പുന്നത് കഴിക്കുമ്പോൾ അത് നിനക്ക് അർഹതയുള്ളതാണ്. കാരണം എന്താ? നീ വേലക്കാരനാണ്. ദൈവത്തിലൂടെയാണ് ആ വ്യക്തി നിനക്ക് വിളമ്പുന്നത്. വളരെ വലിയ ആശയമാണ് തമ്പുരാൻ പറയുക. നിനക്ക് വിളമ്പുന്നത് അവനോ അവളോ അല്ല, അവന്റെയും അവളിലൂടെയും കൈകളിലൂടെ ദൈവമാണ് നിനക്ക് വിളമ്പുന്നത്. ജീവിതത്തിന്റെ ഏത് വിഭവം ആയിക്കോട്ടെ, അത് ഭക്ഷണത്തിന്റെ വിഭവം ആയിക്കോട്ടെ, ജീവിത അനുഭവങ്ങളുടെ വിഭവങ്ങളായിക്കോട്ടെ, എന്ത് വിളമ്പിയാലും അത് വിളമ്പുന്നവരോട് ആരോടും ദേഷ്യം വേണ്ട, അത് വിളമ്പുന്നവരാരോടും അധിക മമതയും വേണ്ട, അധിക നന്ദിയും വേണ്ട. കാരണം ഇത് അവരിലൂടെ ദൈവം വിളമ്പുന്ന. അപ്പോ ഇത് നിനക്ക് വേലക്കാരന്റെ അർഹതയാണ്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി തന്നെ കഴിക്കാമെന്ന്. മറ്റൊരു കണ്ടീഷൻ, വീട്ടിൽ താമസിക്കുമ്പോൾ മറ്റൊരു കണ്ടീഷൻ, വീടുകൾ തോറും കയറി ഇറങ്ങി നടക്കും. ഏത് വീട്ടിലാണോ നീ പോയി താമസിക്കുന്നത് ആ വീട്ടിൽ സ്ഥിരമായി താമസിച്ചിട്ട് ശുശ്രൂഷ ചെയ്യണം. വീട് വിടാന്തരം ഇവിടെ കൊതുകടി കൂടുതല, അവിടെ താമസത്തിന് കട്ടിലിന് പുതപ്പില്ല, ഇവിടെ AC ഇല്ല, അവിടെ ഫാനില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ ചെന്ന് കയറുന്നോ ചെന്ന് കയറുന്നിടത്തെ അനുഭവത്തിൽ ജീവിക്കാന്നുള്ളത്. കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാര് ചെല്ലുന്ന കയറുന്ന ഇടവകളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെവിടെ ചെന്ന് കയറണോ ചെന്ന് കയറുന്നിടത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ വീട് വീടാന്തരം കയറി ഇറങ്ങി നടക്കരുത്. അപ്പം മാറി മാറി താമസങ്ങൾ മാറ്റുക എന്നുള്ളത്. ഞങ്ങൾക്ക് അച്ഛന്മാർക്കുള്ളൊരു പുണ്യതാണ്, എന്ത് പണ്ടാരായാലും 3 കൊല്ലം സഹിച്ചാൽ മതി എന്നുള്ളത്. ചുറ്റുമുണ്ട് പോവാ. നിങ്ങൾക്ക് ഉള്ള കുഴപ്പമില്ലാന്ന് വെച്ചാല് ഒരു പുരുഷനെ ചുവന്നു തുടങ്ങിയാൽ പിന്നെ അത് ആജീവനാന്തം ചോക്കണമെന്നാണ്. ഞങ്ങൾക്ക് ആ കുഴപ്പമില്ല. ഒരിടവോ പറ്റിയില്ലെങ്കിൽ ഇട്ടുകൊണ്ട് പോവാ, നിങ്ങളെ സ്തുതിക്കണം. ഞങ്ങൾക്കാണ് അത്ര കുഴപ്പമില്ല. ഒരുപക്ഷെ ഞങ്ങളായിരിക്കും വാക്ക് പാലിക്കാത്ത, വീട് വിടാന്തരം കയറി ഇറങ്ങി നടക്കുന്നവര്. ഒരു വീട് കഴിയുമ്പോൾ അടുത്ത വീട്, ഒരു പള്ളിമേട കഴിയുമ്പോൾ അടുത്ത പള്ളിമേട. ഇനി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈശോ മറ്റൊരു നിലപാടാണ് എടുക്കുക. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുക, സ്വർഗരാജ്യം പ്രസംഗിക്കുക. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് 3-4 ദൗത്യങ്ങളുണ്ട്. വിളമ്പുന്നത് ഭക്ഷിക്കുക, താമസ സ്ഥലം മാറി മാറി സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് നടക്കാതിരിക്കുക, എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുക, അടിസ്ഥാനപരമായ സംസാരം ദൈവരാജ്യത്തെ കുറിച്ചായിരിക്കും. ഇനി ഈ വീട് പറ്റിയില്ലെങ്കിലും അവിടെ തന്നെ താമസിക്കണം. നഗരം പറ്റിയില്ലെങ്കിൽ അവിടെ വിട്ടുപോകാം. അപ്പൊ ഞങ്ങൾ നാട് വിട്ടു പോകണതിന്റെ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഞങ്ങൾ ഇടവ മാറേണ്ട കാര്യം മനസ്സിലായ, വീടല്ല ഞങ്ങൾ മാറണം, ഇടവയാ മാറണം. നാട് പറ്റിയില്ല, അതുകൊണ്ട് മാറും. അപ്പം വീട് പറ്റിയില്ല എന്ന് വെച്ച് മാറാൻ പാടില്ല, നാട് പറ്റിയില്ലെങ്കിൽ മാറാം. ഇതാണ് വചനം പറയുന്നത്. നിങ്ങൾ സൂക്ഷിച്ചു വായിക്കണം, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയേ. അപ്പം മാറുമ്പോ കാലിലെ പൊടി തട്ടണമെന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 തലത്തിൽ അതിന്റെ അർത്ഥം ഇടുന്നു. പഴയ യേശുവിന്റെ കാലഘട്ടത്തിന്റെ സാഹചര്യം അനുസരിച്ച് വിശുദ്ധ നാട്, അതായത് ജെറൂസലേം ദേവാലയവും അതിരിക്കുന്ന പരിസരവും, അത് വിശുദ്ധ മണ്ണ്. ആ മണ്ണ് കാലിൽ പറ്റണം. അതേസമയം അവിടം വിട്ട് വിജാതീയരുടെ നാട്ടിലെ മണ്ണ് കാലിൽ പറ്റാൻ പാടില്ല. വിജാതീയരുടെ നാട്ടിലെ മണ്ണ്
കാലിൽ പറ്റാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പറ്റിയത് കൂടി പോകാൻ വേണ്ടിയിട്ടാണ് അവർ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കാല് കഴുകുന്ന ചടങ്ങുള്ളത്. നമ്മുടെ പൂർവികര് നമ്മുടെ പഴയ തറവാടുകളിൽ കോളാമ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാകും. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കാല് കഴുകിയിട്ടേ യാത്ര കഴിഞ്ഞിട്ട് കയറാൻ പാടും. അതും ഈ എന്താ കിണ്ടിയിലാണ് വെള്ളം വെക്കണേ. അതെ, കിണ്ടിയിലല്ലേ? കിണ്ടിയിലാണ് അച്ഛൻ, കോളാമ്പിയിലെ വെള്ളം. സോറി താങ്ക് യു. ആ, കിണ്ടിയില്. അപ്പൊ കിണ്ടിയില് വെള്ളം വെക്കും. ഈ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇതേപോലെ ഇത് നമ്മുടെ ഭാരതത്തില് അതൊരു ആരോഗ്യകരമായിട്ടാണ് അത് ചെയ്തിരുന്നെങ്കിൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് ആചാരബന്ധിയായി. അപ്പം ഈ ഒരു നഗരം വിട്ടുപോകുമ്പോൾ അവിടെ വെച്ച് കഴുകാനായിട്ടുള്ള സാഹചര്യമില്ല. അപ്പൊ അതിന് ചെയ്ത ഒരു മാർഗമാണ് പൊടി തട്ടിക്കളയുക എന്നുള്ള മാർഗം. അപ്പം ഈ പൊടി തട്ടിക്കളയുക എന്ന് വെച്ചാല് നിങ്ങളുടെ അഴുക്ക് എന്നിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം നിങ്ങളുടെ ആനുകൂല്യം ഒന്നും ഞാൻ പറ്റിയിട്ടില്ല എന്നാണ്. അപ്പോ അവിടെ ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. ഈ പൊടി കളയുമ്പോഴും ശുശ്രൂഷ ചെയ്യണം. എന്ത് ശുശ്രൂഷയാ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. അപ്പോ പ്രതിഫലം പറ്റാതെ സ്വീകരിക്കാത്ത നഗരങ്ങളില് പ്രതിഫലം പറ്റാതെ ശുശ്രൂഷ ചെയ്യണം എന്നാണ് രണ്ടാമത്തെ അർത്ഥം. മനസ്സിലായോ? പൊടി തട്ടണതിന് രണ്ടർത്ഥമുണ്ട്. അവനവൻ ശുദ്ധിയുള്ളവരായിരിക്കണം, മറ്റുള്ളവരുടെ അഴുക്ക് നമ്മിലേക്ക് പ്രവേശിക്കരുത്. രണ്ട്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ബാക്കിയുള്ളിടത്ത് സ്വീകരിക്കുന്നവരുടെ അടുത്ത് ശുശ്രൂഷയ്ക്ക് പ്രതിഫലം മേടിക്കാം, പക്ഷേ സ്വീകരിക്കാത്തവന്റെ അടുത്തുനിന്ന് പ്രതിഫലം മേടിക്കാതെ വചനം പ്രഘോഷിക്കും. അപ്പൊ ഡബിൾ ഡ്യൂട്ടിയാ. അപ്പം അതാണ് കാലിലെ പൊടി തട്ടിക്കളയാന്ന്. ഇനി സ്വീകരിക്കാതിരുന്നാല്, നഗരങ്ങൾ സ്വീകരിക്കാതിരുന്നാല്, വീട് സ്വീകരിക്കാതിരുന്നാല് സമാധാനം കിട്ടില്ല. നഗരങ്ങൾ സ്വീകരിക്കാതിരുന്നാല് സൊദോം ഗൊമോറ പോലെ. ആ സൊദോം ഗൊമോറയുടെ അവസ്ഥയാണ് പിന്നെ 13 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുക. ഈശോ അതിന് ഈ അനുതപിക്കാത്ത നഗരങ്ങളെല്ലാം നശിക്കുമെന്ന് പറയുന്നുണ്ട്. ആ അനുതാപത്തിന്റെ വാക്യത്തോട് ചേർത്ത് ഈശോ കാണുന്ന ഒരു കാഴ്ചപ്പാട്, ദൈവം അയച്ചതാണ് ഈശോയെ, ഈശോ അയച്ചതാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവനെ നിരസിച്ചാല് ഈശോയെ നിരസിക്കുന്നതിന് തുല്യമാകും, ഈശോയെ നിരസിച്ചാല് ദൈവത്തെ നിരസിച്ചതിന് തുല്യമാകും. ഈ ഒരു ഐക്യം, തെരഞ്ഞെടുക്കപ്പെട്ടവനും ക്രിസ്തുവും ദൈവവും തമ്മിലുള്ള ഒരു ട്രിനിറ്റേറിയൻ ബന്ധത്തെ ഈശോ ഇവിടെ അരക്കിട്ട് ഉറപ്പിക്കുന്നു. അതാണ് നമുക്കുള്ള അച്ചാരം, അതാണ് നമുക്ക് മടിശീല വേണ്ടാത്തത്, അതാണ് നമുക്ക് കരുതൽ വേണ്ടാത്തത്, അതാണ് നമുക്ക് സുരക്ഷിതത്വം വേണ്ടാത്തത്. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. ക്രിസ്തുവാണ് നമ്മളെ അയക്കുന്നത് എന്നുള്ളത്, അവനാണ് നമ്മുടെ കരുതൽ എന്നുള്ളത്. ഇനി 17 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങളിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവര് തിരിച്ചു വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവരുടെ 2 അനുഭവങ്ങളാണ് അവർ പങ്കുവയ്ക്കുക. ഒന്ന്, അവരുടെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. 2, പിശാചുക്കള് കീഴടങ്ങി എന്ന് പറയുന്നുണ്ട്. പിശാചുക്കള് കീഴടങ്ങി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞയച്ച അവന്മാരെ, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ കാര്യത്തെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. എന്റെ കുനിഷ്ട ബുദ്ധിയാണോ അവനെ ചിന്തിച്ചതെന്ന് അറിയില്ല. ഒരു പക്ഷെ അവര് പറയാത്തതാണോ അതെ സംഭവിക്കാത്തതാണോ ഇതൊന്നും അറിയില്ല. ഏതായാലും ഇവിടെ പക്ഷെ ഈ 2 കാര്യങ്ങളാണ് പറയാ. ഒന്ന്, അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, പിശാചുകളെ അവർ കീഴ്പ്പെടുത്തി. അതേസമയം ഈശോ അതിനോട് 4 കാര്യങ്ങളാണ് പ്രതികരിച്ചത്. ഇവര് പ്രതികരിച്ച 2 കാര്യമാണ്, ഈശോ 4 കാര്യങ്ങൾ. ഒന്ന്, സാത്താൻ പരാജയപ്പെട്ടു എന്ന് പറയുകയാണ്. അതായത് ഈ നരകത്തിലേക്ക് തള്ളപ്പെടുന്നത്, സ്വർഗത്തിൽ നിന്ന് നിബന്ധിക്കുന്നത് കണ്ടു എന്നുള്ളത്. 2, ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു. 3, ഒരു ഉപദ്രവങ്ങളും അവരെ ഏൽക്കില്ലെന്നുള്ള ഉറപ്പ്. 4, സ്വർഗത്തില് പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ. ഈ 4 കാര്യങ്ങളാണ് ഈശോ അവരോട് പ്രത്യുത്തരിക്കുക. നമുക്കൊക്കെയുള്ള സമ്മാനങ്ങൾ ഇതാണ്.
നമ്മുടെ മുമ്പിൽ സാത്താൻ പരാജയപ്പെടും. ശത്രുക്കളുടെ സകല ശക്തികളുടെ മേലെ ചവിട്ടി നടക്കാൻ നമുക്ക് അധികാരമുണ്ട്. ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, ഉപദ്രവങ്ങൾ ഏൽക്കില്ല. നാലാമതായിട്ട് സ്വർഗത്തില് പേരെഴുതപ്പെട്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈശോ 21 തുടങ്ങി 24 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ആത്മാവിൽ ആനന്ദിക്കുകയാണ്. ഞാൻ പണ്ട് നിങ്ങളോട് സൂചിപ്പിച്ചതാണ്, സന്തോഷം എന്ന് പറയുന്നത് ഇമോഷണൽ ആണെങ്കിൽ ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമാണ്. അപ്പൊ ഈശോ ഇവിടെ ആനന്ദിക്കുകയാണ് ചെയ്യുക. ഈശോ സന്തോഷിക്കുകയല്ല, ഈശോ ആനന്ദിക്കുകയാണ്. കാരണം അത് ആത്മാവിന്റെ സന്തോഷം, നിർവൃതിയാണ്. അപ്പൊ ആനന്ദത്തിലേക്കാണ് ഈശോ വരിക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൗത്യം കഴിഞ്ഞ് ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഈശോയ്ക്ക് ഉണ്ടാകേണ്ടത് ഈ ആനന്ദമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സന്നമനായ കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ തിരിച്ചറിയാനും നിന്റെ വേലക്കാരാണെന്ന ബോധ്യത്തോടുകൂടി വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങളുടെ കൂടെ വേല ചെയ്യുന്നവരെ ശക്തിപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ വചനങ്ങൾക്ക് സ്ഥിരീകരണം നൽകാനും ഒക്കെയുള്ള കൂട്ടുവേലക്കാരായി ഞങ്ങളെ മാറ്റണമേ. ഒപ്പം തന്നെ നല്ല ദൈവമേ, ഞങ്ങളെ അങ്ങ് ഏൽപ്പിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിന്റെ ശുശ്രൂഷയ്ക്ക്, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കാനും നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അവിടുന്ന് സംപ്രീതനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം വായിച്ച വചന ശുശ്രൂഷയിലായിരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. തുടർന്ന് വചന ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ഗ്രൂപ്പിനെ അവിടുന്ന് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ശരി.